നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ ഇന്ന് വലിയ ചർച്ചകൾക്ക് വഴിമാറുന്ന ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ 1,19,000 രൂപയ്ക്ക് മുകളിലാണ് വില. ഈ വിലക്കയറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവർക്കായി ചില പ്രധാന കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരാൻ കാരണം എന്താണ്? ഇതിനൊരു അന്ത്യമില്ലേ? നമുക്ക് നോക്കാം. ഇന്ന് 2026 മാർച്ച് 5 വ്യാഴാഴ്ച കേരളത്തിൽ 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 14,990 രൂപയാണ് വില. ഇന്നലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമിന് 110 രൂപയുടെ കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതായത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് 880 രൂപ കുറഞ്ഞു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,19,920 രൂപയായി മാറി. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 12,380 രൂപയും വെള്ളി ഗ്രാമിന് 285 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില പുതിയ ഉയരങ്ങൾ കീഴടക്കിയായിരുന്നു. എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ ചില മാറ്റങ്ങളാണ് വിലയിൽ ചെറിയ ഇടിവുണ്ടാക്കിയത്. പ്രധാനമായും US ഡോളർ ശക്തിപ്പെട്ടതും നിക്ഷേപകർ വലിയ തോതിൽ ലാഭമെടുപ്പ് നടത്തിയതുമാണ് വില കുറയാൻ കാരണം. സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ വലിയ നിക്ഷേപകർ കൈവശമുള്ള സ്വർണം വിറ്റ് ലാഭം കൊയ്യുന്ന രീതിയാണിത്. ഇത് വിപണിയിൽ സ്വർണത്തിന്റെ ലഭ്യത കൂട്ടുകയും വില അല്പം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. വെള്ളി ഗ്രാമിന് 285 രൂപയാണ് ഇന്നത്തെ നിരക്കെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ വിപണിയിൽ ഇപ്പോൾ കാണുന്ന ഈ വില ഒരു തുടക്കം മാത്രമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്വർണ്ണ വിപണിയിലെ ഏറ്റവും പുതിയതും ഗൗരവവുമായ ചില മാറ്റങ്ങളെ കുറിച്ചാണ്. ആഗോള വിപണിയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു റിസ്ക് ഓഫ് തരംഗമാണ്. അതായത് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിക്ഷേപകരെ പേടിപ്പിക്കുന്നു. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ മുറുകുന്നത് സ്വർണത്തെ ഒരു സേഫ് ഹെവൻ അഥവാ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, ലോകത്തെ പ്രമുഖ കേന്ദ്ര ബാങ്കുകളെല്ലാം വൻതോതിൽ സ്വർണം വാരിക്കൂട്ടുകയാണ്. മലേഷ്യയും കൊറിയയും ഉസ്ബെക്കിസ്ഥാനും വർഷങ്ങൾക്ക് ശേഷം വലിയ തോതിൽ സ്വർണം ശേഖരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനയിൽ നിന്നുള്ള ഭൗതിക സ്വർണത്തിന്റെ ആവശ്യകത കഴിഞ്ഞ മാസങ്ങൾ 68% വർദ്ധിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഡോളറിന്റെ മൂല്യം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും സുരക്ഷിതമായ ഒരു സമ്പാദ്യം എന്ന നിലയിൽ സ്വർണത്തിന് ലോകമെമ്പാടും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ MCX വിപണിയിലെ കണക്കുകൾ നോക്കിയാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വർണ്ണവിലയിൽ 5% വർധനമാണ് രേഖപ്പെടുത്തിയത്. 10 ഗ്രാം സ്വർണത്തിന് 1,72,000 രൂപ വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും ഇപ്പോൾ പ്രവചിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ പവൻ വില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എത്രനാൾ നീണ്ടു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ വിലക്കയറ്റത്തിന്റെ തോത്. ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിലെ മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിൽ കുറവുണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകളുടെ നികുതി നിയമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി മുതൽ ഒറിജിനൽ സബ്സ്ക്രൈബർമാർക്ക് മാത്രമേ കാലാവധി പൂർത്തിയാകുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇളവ് ലഭിക്കൂ. സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നത് നിക്ഷേപകർ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്നവർക്ക് കൊണ്ടുവരാവുന്ന സ്വർണ്ണാഭരണങ്ങളുടെ അളവിലും പുതിയ മാറ്റങ്ങളുണ്ട്. സ്ത്രീകൾക്ക് 40 ഗ്രാമും പുരുഷന്മാർക്ക് 20 ഗ്രാമും വരെ ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാം. സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തർക്കങ്ങൾക്ക് കാരണമാകാതിരിക്കാൻ തൂക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഈ ആനുകൂല്യം കണക്കാക്കുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യണം? വില ഇനിയും കൂടുമെന്ന പേടിയിൽ ഒന്നിച്ചു വാങ്ങിക്കൂട്ടുന്നത് ബുദ്ധിയല്ല. വിപണിയിലെ ചെറിയ ഇടിവുകൾ നോക്കി പടിപ്പടിയായി വാങ്ങുന്ന ആവറേജിംഗ് രീതിയാണ് ഇപ്പോൾ അനുയോജ്യം. നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു വിലക്കുറവ് പ്രതീക്ഷിക്കുന്നത് പ്രായോഗികമല്ലെന്നും വിപണി സൂചിപ്പിക്കുന്നുണ്ട്. സ്വർണം ഒരു ആഭരണമായി മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയാകുന്ന ഒരു കരുതലായി കണ്ട് നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യുക. ഓരോ ദിവസത്തെയും കൃത്യമായി വില വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. സ്വർണ്ണവിലയിലെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റ് സാമ്പത്തിക വിപണികളിലോ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ചർച്ച ചെയ്യുക. നന്ദി.